ഹായ് ഗേസ്, വെൽക്കം ടു നന്ദു ആൻഡ് കവിത വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്ലവർ ബെഡില്ലേ, നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഫ്ലവർ ബെഡ് കണ്ടോ. ഇത് ഞാൻ കുറേ ആയി മീഷോയിലും ആമസോണിലും ഒക്കെ കാണുന്നു, പിന്നെ ഒരുപാട് ചാനലുകളിലും കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്കൊന്ന് തയ്ക്കണം, എങ്ങനെ ഇരിക്കുമെന്നൊന്ന് തയ്ച്ച് നോക്കാനൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം കുട്ടമ്പേരൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഒരു സാരി അടിച്ച് മാറ്റിക്കൊണ്ടാണ് വന്നത് കേട്ടോ. കാര്യം സാരി ആകുമ്പം കുറേ നീളത്തിന് കിട്ടുമല്ലോ, തന്നെ ഇത് നല്ല ഒരു ചെറിയ പട്ട് സാരിയാണ്, അപ്പം നല്ല ഗ്ലേസിങ് ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഈ സാരി എടുത്തുകൊണ്ട് വന്നു. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നൊന്ന് നോക്കാം. ശരിയാകുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ശരിയായി, പക്ഷേ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം സാരിയെ നീളത്തിലൊന്ന് മടക്കി, അതിനുശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറയുന്നത് നിങ്ങളത് വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അപ്പം മനസ്സിലാവും കേട്ടോ. സാരി എടുത്തു, അതിനെ നമുക്ക് 2 റൗണ്ട് വേണമല്ലോ, മുകൾ വശവും താഴ്വശവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സാരിയെ 2ആയിട്ട് മടക്കി, എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ടു കണ്ടോ. ആ നീളത്തിന് മടക്കി, അതിനുശേഷം ഒന്നുകൂടി അങ്ങോട്ട് മടക്കി. അപ്പം നമ്മുടെ ആ വീതിയുള്ള വശം ഉണ്ടല്ലോ, നമ്മൾ താഴേക്ക് ഉടുക്കുന്ന ആ വശമാണിത്. അതിനെ 2ആയിട്ട് മടക്കിയതാണ്. ഇപ്പോൾ അത് 4 പാളിയുണ്ട്. അതിനെ നമ്മൾ നൂർക്കുമ്പോൾ നമുക്ക് വട്ടത്തിലുള്ള 2 പാർട്ടായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഓരോ അളവുകളും എടുക്കാം. ഇത് നമ്മൾ ആ മടക്കി വെച്ചില്ലേ, ആ ഭാഗത്തിന് എത്ര നീളമുണ്ടെന്ന് നോക്കുക. അപ്പോൾ തുണിയുടെ വീതി, ഓരോരുത്തരും എടുക്കുന്ന തുണിയുടെ വീതി അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഉണ്ടാക്കുന്ന ആ ബെഡിൻ്റെ വലിപ്പം. അപ്പം നമുക്ക് എത്ര വേണമെന്ന് നമ്മൾ ഒന്ന് മനസ്സിലൊന്ന് കണക്ക് കൂട്ടണം. എന്നിട്ട് അതനുസരിച്ചുള്ള തുണി വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തത് 24 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. എടുത്തതല്ല, 24 ഇഞ്ചാണ് ഈ സാരി ഇങ്ങനെ മടക്കിയപ്പോഴെനിക്ക് കിട്ടിയത്. കണ്ടോ, ഇത്രയും കിട്ടി. എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ എടുക്കുന്ന ആ അളവിനനുസരിച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിന് വരാൻ വേണ്ടി ഈ ഒരു തുമ്പ ഉണ്ടല്ലോ, ആ മൂല സൈഡിൽ നിന്നും ഇതേപോലെ നമ്മൾ എത്ര കിട്ടിയോ ആ വീതി, ഈ വശത്തിൻ്റെ വീതി നീളം എത്ര കിട്ടിയോ അത്രയും ഇതേപോലെ അളന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് റൗണ്ടായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യണം. അപ്പം ഞാനിത് കഴിഞ്ഞ് ഞാൻ പേപ്പറിൽ അത് വരച്ച് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. കണ്ടോ, ആ അളവ് പോകാതെ നമ്മളൊരു റൗണ്ട് ഷേപ്പിന് അത് ഇതേപോലെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ബെഡിൻ്റെ ആകെ വലിപ്പം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇനി ഇതിനകത്ത് ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളതനുസരിച്ച് നല്ല വൃത്തിയായിട്ട് ഷേപ്പിന് വരച്ചെടുക്കണം. പിന്നെ കോട്ടൺ തുണി, നല്ല പൂക്കളുള്ള തുണിയൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഗ്ലേസിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരി എടുത്തത്. അപ്പം 2 നിറത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഈ ബെഡ് അങ്ങോട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. 2 കളർ നല്ല പൂക്കളൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇതിപ്പം ഞാൻ ആ ഷേപ്പ് ചെയ്യുവാണ് ആ താഴ്വശം. ഇനി ഇവിടെ ഈ ഒരു വരയിൽ കൂടി നമ്മൾ റൗണ്ടിന് മുറിച്ചെടുക്കണം. അപ്പം നമുക്ക് വട്ടത്തിലുള്ള 2 പീസ് തുണി കിട്ടും. ബാക്കിയുള്ള അളവുകൾ നമുക്ക് ആ റൗണ്ടിൽ വരയ്ക്കാം. ഇതാണ് നമ്മൾ ആ ഷേപ്പിൽ കൂടെ മുറിച്ചെടുത്ത് നിവർത്തിയിട്ട 2 പീസ് തുണിയാണിത് കേട്ടോ. നമുക്ക് ആ റൗണ്ട് ഷേപ്പിന് കിട്ടിയില്ലേ, ആ തുണിയാണ് ഇത്. ഇനി ഇതിലാണ് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ വരച്ച് അടയാളപ്പെടുത്തുന്നത്. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണമെങ്കിൽ മുട്ടുസൂചിയൊക്കെ കുത്താം കേട്ടോ. ഞാൻ ഇതേപോലെ മടക്കിയിട്ടു. നമ്മുടെ ആ നടുവശം മുകളിൽ വരുന്നത് പോലെ നമ്മൾ ആദ്യം എങ്ങനെയാണോ മടക്കിയിട്ടിരുന്നത്, നമ്മൾ മുറിക്കാൻ വേണ്ടി മടക്കിയില്ലേ, അതേപോലെ തന്നെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ അറ്റം ആ റൗണ്ടിന് മുറിച്ചെടുത്ത ആ സൈഡിൽ നിന്നും ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത്, എല്ലാ സൈഡും മാർക്ക് ചെയ്ത് അതിനെ വീണ്ടും റൗണ്ട് ഷേപ്പിന് വരയ്ക്കണം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്നും ഒരു 2 ഇഞ്ച്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് മുകളിൽ പിന്നെ ഒരു ലേസ് പോലെ വരാനായിട്ടാണ് ആ 2 ഇഞ്ച് നമ്മൾ വിടുന്നത്. ആ 2 ഇഞ്ച് വിട്ടതിന് തൊട്ടടുത്ത് നിന്ന് വീണ്ടും മുകളിലേക്ക് 1 ഇഞ്ച് കൂടി വിടണം. അത് നമുക്ക് നാട കയറ്റാനുള്ള ഭാഗമാണ്. ഇത് ഷേപ്പ് ചെയ്യുവാണ് നമ്മൾ. അവിടുന്ന് 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തില്ലേ, അത് ഷേപ്പ് ചെയ്യുവാണ്.
അതിൻ്റെ തൊട്ട് മുകളിലാണ് വീണ്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ആ 2 ഇഞ്ച് ആദ്യം വിട്ടു, പിന്നെ 1 ഇഞ്ച് നാട കയറ്റാനായി വിട്ടു. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഒരു 8 ഇഞ്ച് മുകളിലേക്ക് വിടണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ അറകളിലായിട്ട് പഞ്ഞി നിറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ അറകളാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 8 ഇഞ്ച് മുകളിലേക്ക് വിടുന്നു. അതിൻ്റെ മുകളിലോട്ടുള്ള വശമാണ് നമുക്ക് വേണ്ടുന്ന നമ്മുടെ ആ ബെഡിൻ്റെ കുഞ്ഞിനെ കിടത്തുന്ന ആ ഭാഗം. അപ്പം അങ്ങനത്തെ അളവുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം.
നമ്മുടെ അളവുകളെല്ലാം എടുത്തു. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓരോ അറകളാണ്. അപ്പം മുകളിൽ 5 ഇഞ്ചും താഴെ 7 ഇഞ്ചും വീതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട് ഓരോ അറകളും. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ആ റൗണ്ടിന് മടക്കിയിട്ടിരിക്കുന്ന നമ്മുടെ 4 പാളികളുള്ള ആ ഒരു തുണിയുടെ ഒരു ഭാഗത്ത് മാത്രമല്ലേ നമുക്കിപ്പോൾ വരകളെല്ലാം വന്നിട്ടുള്ളൂ. ഇനി നമ്മളിത് നിവർത്തിടണം. കാരണം നമുക്ക് എല്ലാ വശത്തും ഈ വരകൾ വന്നാലല്ലേ നമുക്ക് മെഷീനിൽ വെച്ച് എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി നമ്മളിതാ ഇതേപോലെ നിവർത്തിട്ടിട്ട് നമ്മൾ ആ സെൻറ്റർ ഉണ്ടല്ലോ, ആ മൂലവശം വന്നില്ലേ നമ്മൾ ആ മടക്കി വെച്ചിരുന്നത്, അവിടെ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം കേട്ടോ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. കാര്യം നമ്മൾ നിവർക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാകണ്ടേ, അതിന് വേണ്ടിയിട്ട്. നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുത്ത ആ തുണിയുടെ അതിലെ അളവുകൾ ഞാൻ പേപ്പറിനകത്തൊന്ന് വരച്ച് കാണിക്കാം. കാര്യം തുണിക്കകത്താകുമ്പോൾ പെട്ടെന്ന് സ്പീഡിലങ്ങ് പോയില്ലേ, അതുകൊണ്ട്. അപ്പം നമ്മൾ ആ മടക്കിയിട്ട തുണിയാണിത്. അപ്പോൾ എനിക്ക് കിട്ടിയത് 24 ഇഞ്ചായിരുന്നു. ആ 24 ഇഞ്ച് വീതി ഞാൻ പറഞ്ഞില്ലായിരുന്നോ എടുക്കാൻ, അത് അങ്ങോട്ടെടുത്തു. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആ മടക്കില്ലേ, ആ മടക്ക് വശത്തിന് എത്രയാണോ നമുക്ക് കിട്ടുന്നത് നീളം, ആ നീളമാണ് നമ്മൾ താഴോട്ടെടുത്ത് ഈ റൗണ്ട് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇതാണ് അവസാന അറ്റം വട്ടത്തിൽ നമ്മൾ മുറിച്ചെടുത്തത്. അവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് വിടണം, പിന്നെ ഒരു 1 ഇഞ്ച് വിടണം. ഇത് നമുക്ക് നാട കയറ്റാനായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ആ മുകളിലേക്ക് ആ ഫ്ലവറിൻ്റെ ആ പൊങ്ങി നിൽക്കുന്നില്ലേ, ആ ഭാഗത്തിനായിട്ടാണ് ദാ ഇവിടം മുതൽ ഇവിടം വരെ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 8 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകൾ വശം ഇവിടുന്ന് മേളിലോട്ടാണ് നമ്മുടെ ബാക്കി ഭാഗം, അതായത് ആ ഫ്ലവറിൻ്റെ അകത്ത് വരുന്ന നൂർത്തിടുമ്പോൾ ഫ്ലവറിൻ്റെ അകത്ത് വരുന്ന ഭാഗമാണ് ഇതിത്രയും. അത് നമ്മൾ ഇവിടുന്ന് 8 എടുത്തു, ഇവിടെ 1 എടുത്തു, ഇവിടെ 2 എടുത്തു. അങ്ങനെ 8, 9, 10, 11 പോയിട്ട് ബാക്കി 13 ഇഞ്ച് നീളം ഇവിടെ കിട്ടും. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരോ അറകൾ നമ്മൾ പഞ്ഞി കയറ്റാനായിട്ട് തയ്ച്ചില്ലേ, ആ ഭാഗത്തിൻ്റെ അളവുകളാണ് ഇത്. അതിൻ്റെ മുകൾ വശത്ത് ഞാൻ 5 ഇഞ്ചും താഴെ 7 ഇഞ്ചും എടുത്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ മടക്കി റൗണ്ട് ഇട്ടില്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും തുണിയുടെ വീതി അനുസരിച്ചായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇറക്കം വരുന്നത്. അപ്പം അതനുസരിച്ച് നമുക്ക് ഇവിടെ മുതൽ ഈ റൗണ്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ ടേപ്പ് വെച്ച് ഇവിടം വരെ അളന്ന് നോക്കണം. എന്നിട്ട് എത്ര കിട്ടുമോ അതിനെ നമ്മൾ എത്ര ഭാഗങ്ങളാക്കാം എന്ന് നോക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഓരോ അറകളുടെയും അളവെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അളന്ന് കിട്ടിയ അനുസരിച്ച് മുകളിൽ 5ഉം താഴെ 8, താഴോട്ട് വരുന്തോറും നമുക്ക് പിന്നെ ഇവിടെ കുറച്ചുകൂടെ വീതി കൂടുമല്ലോ, നീളം ഇവിടത്തേനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലല്ലേ ഇവിടെ. അതുകൊണ്ട് മുകൾ വശം 5ഉം താഴെ 7 ഇഞ്ചും വെച്ചാണ് ഞാൻ ഈ ഓരോ അറകളും വരച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇതാണ് നമ്മൾ ആ ഓരോ അറകളായിട്ട് തയ്ച്ചിരിക്കുന്നത്. ഇത് നാട കയറ്റാൻ 1 ഇഞ്ച്, ഇത് മുകളിൽ താഴോട്ടൊരു ലേസ് പോലെ ഒരു ഭാഗം കിടപ്പില്ലേ, അത് 2 ഇഞ്ച്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നാട കയറ്റാൻ 1 ഇഞ്ച്, ഇവിടെ നിന്നിങ്ങോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. അത്രയും നീളം മതിയാകും മുകളിലോട്ട്. എനിക്ക് അത്രയും കിട്ടി. നല്ല ഭംഗിയില്ലേ, ആ അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അളവുകൾ. ഞാൻ ആ സാരിയിൽ മനസ്സിലാവാത്തതുകൊണ്ട് ഞാനൊരു പേപ്പറിൽ വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി ഭാഗത്തുകൂടി വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലെടുത്ത ഓരോ അളവുകൾ നമ്മൾ ടേപ്പ് കൊണ്ട് അളന്നതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടോ, ആ റൗണ്ട് ഷേപ്പ് നമ്മൾ ആ ഒരു പീസിലുണ്ടായിരുന്ന എല്ലാം നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് അളന്നെടുത്ത് ബാക്കി അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വരച്ച് പൂർത്തിയാക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതേപോലെ തയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനകത്തൊരു ഷേപ്പ് വരച്ചില്ലേ വട്ടത്തിൽ, അത് നമുക്ക് തയ്ച്ചെടുക്കണം. അതായത് നമ്മൾ അതിനകം ആ ഫ്ലവർ ബെഡിൻ്റെ അകവശം നമ്മൾ കുഞ്ഞിനെ കിടത്തുന്നതിനായിട്ടുള്ള ആ വശമാണ് നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആദ്യത്തെ ആ വട്ടം ആ റൗണ്ട് നമ്മൾ തയ്ച്ച് എടുക്കുന്നു. കണ്ടോ? ഇങ്ങനെയാണ് ആദ്യത്തെ റൗണ്ട് നമ്മൾ തയ്ച്ചെടുത്തു. അതിനുശേഷം അതിനകത്ത് നിറയെ പഞ്ഞി നിറയ്ക്കണം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വശം നമുക്ക് പഞ്ഞി നിറയ്ക്കാനായിട്ട് കുറച്ച് ഭാഗം നമ്മൾ വിട്ടേക്കണം കേട്ടോ. കണ്ടോ? ഇതേപോലെ ആദ്യം നമ്മൾ അകത്തുള്ള ആ ഒരു വട്ടം തയ്ച്ചെടുത്തു. ഇനി നമുക്കതിനകത്ത് പഞ്ഞി നിറയ്ക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഓരോരോ അറകളില്ലായിരുന്നു, ആ ഓരോ അറകൾ നമുക്ക് തയ്ച്ച് വെക്കാം. കാര്യം അതിനകത്ത് പഞ്ഞി നിറയ്ക്കുന്നതിന് മുൻപ് ആ അറകളും കൂടി നമ്മൾ തയ്ക്കണം കേട്ടോ.
ഓരോ അറകളായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഓരോ അറയും അതിൻ്റെ ആ വരയുടെ പുറത്തുകൂടി നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പം നമ്മൾ താഴ്വശം തുറന്നിട്ടിരിക്കുകയാണല്ലോ, അതായത് 2 തുണിയും കൂടെ യോജിപ്പിക്കുന്ന അവസാന വശം നമ്മൾ ഇതുവരെ യോജിപ്പിച്ചിട്ടില്ല കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് പഞ്ഞി നിറയ്ക്കണം. അതുകൊണ്ട് നമ്മൾ ആ താഴ്വശം ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ യോജിപ്പിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനകത്തേക്ക് പഞ്ഞി നിറയ്ക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ആ റൗണ്ടിനകത്ത് പഞ്ഞി നിറയ്ക്കാൻ പോകുന്നു. പഞ്ഞി കയറ്റി ഓരോ സൈഡും നല്ല വൃത്തിയായിട്ട് ഒരേ ഷേപ്പിന് വരുന്ന പോലെ വേണം നമ്മൾ പഞ്ഞി നിറയ്ക്കാനായിട്ട്. നമ്മുടെ തലയിണയിലൊക്കെ പഞ്ഞി നിറയ്ക്കത്തില്ലേ, അതേപോലെ ഉള്ളൂ. ഇതേപോലെ എനിക്ക് സ്പോഞ്ചാണേ ഉള്ളത്. അപ്പോൾ ഞാൻ ആ സ്പോഞ്ച് അതെടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി. കാര്യം ഒന്നിച്ചതിനകത്തോട്ട് എന്തായാലും കയറ്റാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ചെറിയ പീസാക്കി ഇതേപോലെ അതിനകത്തേക്ക് കയറ്റി അതിനെ ഒന്ന് അടിച്ചൊക്കെ ഷേപ്പാക്കി എടുത്തു. എന്നിട്ട് നമുക്ക് ആദ്യം ഈ റൗണ്ടെല്ലാം അതിനകത്തെല്ലാം കയറ്റിയതിന് ശേഷം നമുക്കിനി ഓരോ അറകളായിട്ട് നിറയ്ക്കാം. അങ്ങനെ നമ്മൾ എല്ലാ അറയിലും പഞ്ഞി കയറ്റിയതിന് ശേഷം നമ്മൾ നമ്മളെ അറ്റം തയ്ച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ എല്ലാ അറയിലും പഞ്ഞി കയറ്റിയതിന് ശേഷം നമ്മൾ ആ ആദ്യത്തെ റൗണ്ട് നമ്മളങ്ങ് അടിച്ച് പഞ്ഞി വെളിയിലേക്ക് വരാത്ത വണ്ണമാക്കും. നമ്മൾ ആദ്യം വരച്ചെടുത്തപ്പോൾ നാട കയറ്റാനായിട്ട് ഒരു ഇഞ്ച് വിട്ടിരുന്നല്ലോ, അതിൻ്റെ 2 സൈഡും നമ്മൾ തയ്ച്ചെടുക്കണം. എന്നിട്ട് അവിടെ നമ്മൾ നാട കയറ്റാനായിട്ട് ഒരു ശകലം സ്ഥലം തയ്ക്കാതെ വിട്ടേക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ നാട അതിനകത്തൂടെ കയറ്റണം. അപ്പോൾ ഈ നാട വലിക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ആ ഒരു മുകളിലേക്കുള്ള വശം നല്ലപോലെ മുറുകി പൊങ്ങി വരുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1 ഇഞ്ച് വിട്ടത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആദ്യം വിട്ട ആ 2 ഇഞ്ച് തയ്ക്കാതെ ഒരു ലേസ് പോലെ വെളിയിലേക്ക് കിടക്കുവാണേ. നമ്മൾ ആ 1 ഇഞ്ച് വിട്ടില്ലേ, അതിനകത്ത് അതിൻ്റെ 2 സൈഡും അടിച്ചെടുത്ത് അത് നാട കയറ്റുന്നതിനായിട്ട് ഉള്ള ഒരു ഹോള് പോലെ വട്ടത്തിൽ തയ്ച്ചെടുക്കണം. എന്നിട്ട് ആ ഹോളിനകത്തൂടെയാണ് നമ്മൾ ഈ നാട കയറ്റുന്നത്. കണ്ടോ, നാടയെല്ലാം കയറ്റി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആ ഷേപ്പിന് മുകളിലേക്കുള്ള ആ ഷേപ്പിന് വന്നത് കണ്ടോ. എന്നിട്ട് നാട നമ്മൾ നല്ലതുപോലെ വലിച്ച് മുറുക്കി കെട്ടിക്കഴിയുമ്പോൾ ആ നല്ല ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് ആ ബെഡ് നമുക്ക് കിട്ടും. ഇനി നമ്മളതിൻ്റെ ആ അറ്റം നമുക്ക് മടക്കി തയ്ക്കണം. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആ നാട ലൂസാക്കി അതിനെ ആദ്യത്തെ ഷേപ്പിലാക്കിയത്. അപ്പോൾ നമുക്ക് 2 സൈഡും ഇടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 2 കളർ തുണിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഉപയോഗിക്കാം ഈ ബെഡ്. ഇനി ഇതേപോലെ നാട അഴിച്ച് ലൂസാക്കിയിട്ട് നമുക്ക് തിരിച്ചു മടക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ വശവും ഉപയോഗിക്കാം. അതാണ് 2 കളറിലുള്ള തുണിയായാലുള്ള ഗുണം.
ഇനി ഇതാ ഇതിൻ്റെ അറ്റം തയ്ക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ, ഇതേപോലെ വേറൊരു പീസ് തുണി വെച്ച്, ഞാനപ്പോൾ ഇത് സാരി ആയിരുന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ അറ്റത്തെ കസവ് നീളത്തിന് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ആ കസവാണ് ഒരു ഭംഗിക്ക് വേണ്ടി, കണ്ടോ ആ കസവാണ് ഞാൻ അതിൻ്റെ അറ്റത്ത് ബോർഡർ പോലെ ഇതേപോലെ തയ്ച്ച് എടുത്തത്. കണ്ടോ, ഇതിങ്ങനെ തിരിച്ചു മറിച്ച് വിടുമ്പോൾ 2 കളറാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഒരു കളറായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കസവ് അതേപോലെ സൈഡിന് വെച്ച് മടക്കി പൊതിഞ്ഞ് തയ്ക്കുമല്ലോ നമ്മൾ തുമ്പ്, ആ രീതിയിലാണ് നമ്മൾ കഴുത്തൊക്കെ തയ്ക്കാൻ എടുക്കത്തില്ലേ പൈപ്പിങ് പോലെ, അതേപോലെയാണ് ഞാൻ ആ തുമ്പ് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ആ ഫ്ലവർ ബെഡ് ഇപ്പം നമ്മൾ പൂർത്തിയായി തയ്ച്ച്. ഇനി ഇതേപോലെ വീണ്ടും വലിച്ചെടുത്ത് കെട്ടിക്കഴിയുമ്പോൾ നല്ല അടിപൊളി ഫ്ലവർ ബെഡ് നമുക്ക് തയ്യാറാക്കി കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തയ്ക്കുന്നത് കാണിക്കാൻ, പിന്നെ അത് അവിടെ വെക്കാനുള്ള സൗകര്യം നിങ്ങൾ കണ്ടു കാണുമല്ലോ, മെഷീനൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഇത് എടുക്കാനുള്ള സൗകര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ തയ്ക്കുന്നത് കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ വരയ്ക്കുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കുറേ നാളായി ഞാനിങ്ങനെ തയ്ക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ശരിയാവുമോ എന്നൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. ഞാനിതുപോലെ പല വീഡിയോകളും നല്ലതായിട്ട് വെട്ടുന്നതിൻ്റെ ഇടയ്ക്കും തയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കും ഒക്കെ വീണ്ടും ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കിയാണ് തയ്ച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ തയ്ച്ച സാധനമല്ലേ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് നോക്കി സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലും ഇത് നല്ല അടിപൊളിയാണ്. അപ്പം ഞാനിത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തയ്ച്ചതാണ് കേട്ടോ. തയ്ച്ചത് അതിന് വേണ്ടിയല്ല, പക്ഷേ തയ്ച്ച് നല്ല അടിപൊളിയായെന്ന് കണ്ടപ്പം ഞാനിതൊരാൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ വെച്ചിരിക്കുവാണ്. അങ്ങനെ നല്ല അടിപൊളി ഫ്ലവർ ബെഡ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. കൊള്ളാവോ കൊള്ളത്തില്ലയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. പിന്നെ തയ്ക്കാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള തുണികളൊക്കെ കിട്ടുമ്പോൾ ഒന്നുണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള തുണി സാരിയല്ല, ഇച്ചിരൂടെ പൂക്കളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള, കുറച്ചുകൂടി ഭംഗിയുള്ള തുണിയൊക്കെ എടുത്താൽ നല്ല റോസ് നിറമൊക്കെ ആണെങ്കിൽ നല്ല താമരപ്പൂ പോലെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.